എടാ ഒരേ ഒരു ശീലം നീ നിന്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നീയും മാറും, നിന്റെ ജീവിതവും മാറുമെന്ന് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? ഇനിയിപ്പോൾ നീ വിശ്വസിക്കില്ല എന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറയാതിരിക്കാനായിട്ട് പോകുന്നില്ല. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ജേർണലിങ്ങിനെ കുറിച്ചിട്ടാണ്. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് നിനക്ക് കൊണ്ടുവരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടുന്ന ഒരു സാധനമാണ് കേട്ടോ ജേർണലിംഗ് എന്ന് പറയുന്നത്. ശരിക്കും ജേർണലിംഗ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ആൾക്കാരൊന്നും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആ ഡയറി എഴുത്തല്ലേ? അല്ല, ഡയറി എഴുത്തല്ല ജേർണലിംഗ്. ഇനി എൻ്റെ അടുത്ത് വന്നിട്ട് ഡയറി എഴുത്തല്ലേ ജേർണലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൂശ വെച്ചിരുന്നു. ഞാൻ ജേർണലിങ്ങും ഡയറി എഴുത്തും രണ്ടാണ്. നമ്മളൊക്കെ പണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് വല്ലേച്ച് കുളിച്ച് അവിടെ പോയി ഇവിടെ പോയി ആ സാധനം അല്ലവേ അല്ല ജേർണലിംഗ് എന്ന് പറയുന്നത്. ജേർണലിംഗ് എങ്ങനെ ചെയ്യണം, അതേപോലെ എന്താണ് ജേർണലിംഗ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിനക്കും നിൻ്റെ ജീവിതത്തിലും എങ്ങനെ മാറ്റം കൊണ്ടുവരാൻ ജേർണലിംഗ് ത്രൂ സാധിക്കും എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ലാഗൊന്നും ഉണ്ടാവില്ല, വളരെ ചെറിയ വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ജേർണലിംഗ് എഴുതാനായിട്ട് നിനക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ എന്തൊക്കെ പ്രിപ്പറേഷൻസ് വേണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും വേണ്ടടാ, ഒരു പേപ്പറും പേനയും വേണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ എക്സ്പീരിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നിൻ്റെ മനസ്സിൽ ഇപ്പം നല്ല ആങ്സൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ നല്ല സ്ട്രെസ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് നീ ഇരിക്കണമെന്ന് വിചാരിച്ചോ, നീ ഒരു പേപ്പറും പേനയും എടുക്കുക. നിൻ്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് ആ പേപ്പറിലോട്ട് എഴുതുക. ഇത്രയേ ഉള്ളൂ ജേർണലിങ്ങിൻ്റെ ബേസിക് ആയിട്ട് നിനക്ക് അറിയാനുള്ള ഒരു കാര്യം. എന്താണോ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്നത്, അത് ഭാരമായിക്കോട്ടെ അല്ലെങ്കിൽ സന്തോഷമായിക്കോട്ടെ, നമുക്ക് താങ്ങാൻ പറ്റാത്ത സന്തോഷങ്ങളായിക്കോട്ടെ, അതിന് ജസ്റ്റ് ഒരു പേപ്പറിലോട്ട് എഴുതുന്ന സമയത്ത് നീയും നിൻ്റെ മനസ്സും ഒരുപോലെ ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ പേപ്പറിലോട്ട് എഴുതുക എന്നുള്ളത്. അങ്ങനെ എഴുതുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആങ്സൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് കൈയോടെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിലൂടെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ അറിയോ, യഥാർത്ഥത്തിൽ നീ എന്താണ്, നീ ആരാണ്, അതാ ഒരു ക്വസ്റ്റ്യനുള്ളൊരു ഉത്തരം കിട്ടും. അതായത് നിൻ്റെ ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള നീ എന്ന് പറയുന്ന ഒരു സോളിന് എന്താണ് വേണ്ടത്, എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എന്തൊക്കെ ദോഷങ്ങളുണ്ട്, ഏതൊക്കെ തരത്തിൽ നിനക്ക് മാറ്റങ്ങൾ വരുത്താനുണ്ട്, ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടും. എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം നിൻ്റെ മൈൻഡിൽ ആരോടെങ്കിലും നിനക്ക് കുശുമ്പുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഈഗോ ഉണ്ട്. അപ്പോൾ ആ ഒരു ഈഗോ കൊണ്ട് നിൻ്റെ മനസ്സിങ്ങനെ വല്ലാതെ കിടന്ന് ഇടങ്ങാറാകുന്നുണ്ട്. നിനക്ക് തന്നെ അറിയാം അത് നല്ലൊരു ഹാബിറ്റ് അല്ല, അതൊരു നെഗറ്റീവ് എനർജിയാണ് നീ സേവ് ചെയ്ത് വെക്കണമെന്ന് നിനക്ക് തന്നെ അറിയുന്നുണ്ട്. അപ്പം നിനക്കത് പുറത്ത് കളയാനായിട്ട് പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആ വ്യക്തി അങ്ങോട്ട് നന്നാവുന്നത് നിനക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം നിനക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ജസ്റ്റ് പേപ്പറിലോട്ട് എഴുതാം. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് ഈ ഒരു ഈഗോ ഒന്നും കൊണ്ടുനടക്കണം എന്ന് ആഗ്രഹമല്ല, പക്ഷെ എൻ്റെ മനസ്സ് എന്തോ ഈ ഒരു സാധനം എൻ്റെ മൈൻഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എനിക്കിത് വേണ്ട, ഞാനിത് ഇവിടെ ഈ പേപ്പറിലോട്ട് എഴുതിയിട്ട് ഉപേക്ഷിക്കുകയാണ് എന്നുള്ള രീതിയിൽ എഴുതാം. നമ്മൾ നെഗറ്റീവ്സ് നമ്മൾ എഴുതി വെക്കണതിൻ്റെ കൂട്ടത്തിൽ, ഫൊഗീവ്നെസ് ഒക്കെ എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറയാൻ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് കത്തിച്ച് കളയാനാണ്. അപ്പോൾ വേണമെങ്കിൽ അത് കത്തിച്ച് കളയാം. ഇനി നല്ല കാര്യങ്ങൾ നിനക്ക് റീപ്ലേസ് ചെയ്യാം. അതായത് നിനക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് നമ്മൾ പറയാറില്ല, എൻ്റെ കയ്യിലുള്ള എല്ലാത്തിനും ഇന്നൊരു ദിവസം നിനക്ക് എന്താണോ ബ്ലെസ്ഡ് ആയിട്ട് തോന്നിയത്. ഇപ്പം എൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഈ ലൈറ്റ് കത്തിയില്ലേ, അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് വേണമെങ്കിൽ അത് എഴുതി വയ്ക്കാം. ആ ലൈറ്റ് എനിക്ക് കത്തിയപ്പോൾ എൻ്റെ മൈൻഡിലൊരു സന്തോഷം വന്നു കേട്ടോ. അപ്പോൾ എനിക്കത് എഴുതി വയ്ക്കാം. പിന്നെ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനിങ്ങനെ ക്യാമറ ഫേസ് ചെയ്തിട്ട് ഒരു കോണ്ടൻറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇന്ന് നല്ലതായിട്ട് തോന്നിയ ഒരു കാര്യം അതാണ്. പിന്നെ ഇന്ന് ഫ്രൈഡേ ആണ്, നമ്മൾ കുറച്ച് നേരം മനസ്സറിഞ്ഞ് ദുആ ചെയ്ത്, അപ്പം അതെനിക്ക് ഭയങ്കര സമാധാനം തന്നൊരു കാര്യമാണ്. എനിക്കത് ഗ്രാറ്റിറ്റ്യൂഡിൽ എഴുതി വെക്കാം. അപ്പം ഇങ്ങനെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട്, ഒരു അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതി വെക്കാം. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗ്രാറ്റിറ്റ്യൂഡും ആങ്സൈറ്റിയും ഒരേ സമയത്ത് ഉണ്ടാവില്ല. അതായത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതേപോലെ അതേ സമയം തന്നെ നിരാശയും രണ്ടും നടക്കില്ലല്ലോ. സന്തോഷം നിരാശയ്ക്കും ഒരുമിച്ച് പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തിൽ ഫോക്കസ് ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡിൽ ഫോക്കസ് ചെയ്യാം. ഓരോ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതിങ്ങനെ എഴുതി വെക്കുമ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈൻ ഷക്കർത്തും ലാസീദന്നൊക്കെ ഒരു കോട്ട നമ്മൾ പറയാറില്ല, ഒരു ഇത് പറയാറില്ല. അതേപോലെ തന്നെ ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ, അള്ള പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ എന്നുള്ളത്. അപ്പോൾ അത് ഈ യൂണിവേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എത്രത്തോളം നന്ദി പറഞ്ഞിട്ട് പോകുന്നുണ്ടോ അത്രത്തോളം അതിനൊരു സയൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിയുള്ള അനുഗ്രഹങ്ങളിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിന് നമ്മളെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കുള്ള ബ്ലെസ്സിങ്സ് മാത്രം നമ്മളിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ആൻഡ് ഇതൊരു പ്രോസസ്സാണ്. ഈ ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ സങ്കടപ്പെട്ടാലും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും, നിങ്ങൾ മരിക്കുന്നവരെ ജീവിക്കും. നിങ്ങൾ സന്തോഷിച്ചാലും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും, നിങ്ങൾ മരിക്കുന്നവരെ ജീവിക്കും. ആൻഡ് സിറ്റുവേഷൻസിനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല, നമ്മൾ വയ്യാതിരിക്കുന്ന ഒരാളെ കാണുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പറയും, അയ്യോ
അയ്യോ പാവം അവൾക്ക് തീരെ വയ്യാട്ടോ, അല്ലെങ്കിൽ അവൾ ആകെ കോലം കിട്ടും, എന്തോ അസുഖമാണാവോ, അങ്ങനെ നമ്മൾ പറയാം അല്ലേ. പക്ഷെ അവരതിനെ കാണുന്നത് ഒരു ബ്ലെസ്സിങ് ആയിട്ടായിരിക്കും. കാരണം അവരതുവരെ ആസ്വദിക്കാത്ത അവരുടെ ജീവിതം അവർ ആ അസുഖം വന്ന ശേഷമായിരിക്കും ചിലപ്പോൾ ആസ്വദിക്കുന്നുണ്ടാവാം. കാരണം കുറച്ച് ടൈമേ ഉള്ളൂ, ഇങ്ങനെ ലൈഫിൽ കുറച്ച് ടൈം എനിക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവ്. നമുക്ക് ഒരുപാട് വർഷം ബാക്കിയുണ്ടെന്ന് കരുതിയിട്ടാണ് ഈ നഗളം കുത്തുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി ആകെ ഇത്തിരി സമയം ബാക്കിയുള്ളൂ എന്ന് കരുതി മൈൻഡ് ഭയങ്കര റിലാക്സ് ആണ്. ആരോടും ദേഷ്യമോ കുറ്റോ കുശുമ്പോ ഒന്നുമില്ല. ഉള്ള ജീവിതം ഉള്ള ഇത് ദുനിയാവെന്ന് പറയുന്നത് മര്യാദയ്ക്ക് സന്തോഷത്തോടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് മരിച്ചാൽ മതി എന്നുള്ള ജീവിതത്തിൽ തിങ്കിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു തോട്ടിലൊക്കെ ആയിരിക്കും അവരവരുടെ ജീവിതം ജീവിക്കുന്നുണ്ടാവും. സോ നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് നമ്മുടെ പേഴ്സ്പെക്റ്റീവ് എന്താണ്, അതിനെ പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ്. ഇപ്പം ഒരു രോഗിയെ കാണുന്ന സമയത്ത് അയ്യോ ആവോ എന്ന് പറയുന്നതിന് പകരം അവർക്ക് നല്ലത് വരട്ടെ, അവർക്ക് ആ ജീവിതം ആസ്വദിക്കാൻ സാധിക്കട്ടെ, അത്ര മതി. അതിന് പേരിൽ അവരുടെ രോഗം കൂടെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലോട്ട് എടുത്തിട്ട് പോകേണ്ട കാര്യമില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നോട്ട് ഡൗൺ ചെയ്യാം. പിന്നെ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ എഴുതുന്ന ജേർണലിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാക്കാം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്തു. ഓക്കെ, നമ്മളെപ്പോഴും വേസ്റ്റ് ആക്കി കളയുന്നൊരു സമയമാണ് നമ്മുടെ വൈകുന്നേരങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ വലിയ കാര്യത്തിൽ വിചാരിക്കുകയൊക്കെ ചെയ്യും, പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ബോഡി കെയർ ചെയ്യണം, സ്കിൻ കെയർ ചെയ്യണം, അങ്ങനെയൊക്കെ കുറേ നമ്മൾ വിചാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും ഒരു ചായയും മൊബൈലും പാടെ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് നേരത്തെ ആ സാധനം കയ്യിൽ നിന്ന് വെക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് ജേർണൽ എഴുതാനായിട്ട് ഉപയോഗിക്കാം. അന്നത്തെ ദിവസത്തെ മുഴുവൻ ബ്ലെസ്സിങ്സ് നിങ്ങൾ റീകളക്ട് ചെയ്യണം. നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടി, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ടീസ് ചെയ്തു. ജേർണലിങ്ങിന് ഒരു ഫോർമാറ്റ് ഇല്ല എന്നുള്ളതാണ് കാര്യം. ഇപ്പം ഞാൻ എഴുതുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ജേർണലിങ് എഴുതി വരിക. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള പാത്രങ്ങൾ അടുക്കി പെറുക്കി വെക്കുന്നതിൽ പോലും സന്തോഷം കിട്ടിയിട്ടുണ്ടാവും. എൻ്റെ അടുത്ത് പാത്രങ്ങൾ അടുക്കി പെറുക്കി വെച്ചതിൽ സന്തോഷം കിട്ടിയിട്ട് എഴുതാൻ പറഞ്ഞാൽ ഞാൻ തിങ്ക് അയ്യോ ഞാൻ ഇത്രയും പാത്രങ്ങൾ അടുക്കി പെറുക്കി വെച്ചു എന്ന് എൻ്റെ മൈൻഡിൽ തോന്നിയിട്ടായിരിക്കും. ഓക്കെ, എനിക്ക് വെക്കാൻ സാധിച്ചല്ലോ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ പറയും. പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം അത് അടുക്കി പെറുക്കി വെച്ചു എന്നുള്ളതിൻ്റെ വലിയ സന്തോഷത്തോടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ പേഴ്സൺ ടു പേഴ്സൺ ജേർണലിങ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നിങ്ങളെ എന്താണോ സന്തോഷിപ്പിച്ച് അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് എഴുതാം, ജേർണലിങ് എഴുതാം. ആൻഡ് ഇതിന് ശേഷം നാളത്തേക്ക് ഇപ്പം നിങ്ങൾക്ക് നാളെ ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ യു ആർ ഗോയിങ് ടു ബി വെരി ഹാപ്പി. ആ ഒരു ദിവസം നിങ്ങൾ ഭയങ്കര സന്തോഷവതിയായിരിക്കും. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ അലാറം കുറച്ച് ദൂരെ വെക്കണം. നേരത്തെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ഫ്രഷ് ആവാനായിട്ട് റെഡി ആയിട്ടുണ്ടാവണം. അതേപോലെ രാവിലെ ജിമ്മിലോട്ട് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാറ്റാൻ, അതായത് ആ ജിം വെയർ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്ന ഡ്രസ്സ് നമ്മൾ അടുക്കി പെറുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. നമ്മൾക്ക് എങ്ങോട്ടെങ്കിലും പെട്ടെന്ന് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ധരിക്കാനുള്ള വസ്ത്രം, അതുപോലെ നമ്മളുടെ ആക്സസറീസ്, മേക്കപ്പ് കിറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ടായിരിക്കണം. നമ്മുടെ ബോട്ടിൽ വെള്ളമാക്കിയിട്ട് അടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും. ഇതുപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം റെഡിമെയ്ഡായിട്ട് അല്ലെങ്കിൽ പ്രിപ്പയർഡ് ആയിട്ട് എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി എടുത്തിട്ട് എടുക്കൽ നമുക്ക് ഈസിയാണ്. കയ്യതും ദൂരത്ത് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ദൂരെ പോയി വെള്ളം എടുത്ത് കുടിക്കാനുള്ള മടിക്ക് കുടിക്കാതിരിക്കുന്നത് പോലെ തന്നെ കയ്യത്ത് ദൂരത്ത് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ എന്നിട്ട് വേഗം എടുത്ത് കുടിക്കും. അതേപോലെയാണ് നമ്മൾ ജേർണൽ എഴുതുമ്പോൾ. ഇപ്പം നാളത്തേക്ക് എനിക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. എനിക്ക് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യണം, സ്കിൻ കെയർ ചെയ്യണമെങ്കിൽ സ്കിൻ കെയർ ചെയ്യണം, എൻ്റെ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ഒരു പ്രീ പ്രെപ്പ് എന്ന് പറയുന്ന സാധനം വൈകുന്നേരത്തെ ജേർണലിങ്ങിൻ്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, നിങ്ങൾ ഒഴിവാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാം. ഈവൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഡ്രസ്സുകൾ ഒഴിവാക്കാം, പഴയ ചിന്തകൾ ഒഴിവാക്കാം, നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഒഴിവാക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പറഞ്ഞ പോലെ കുരുറ്റ്, കുശുമ്പ, കുന്നായ്മ, കള്ളം പറയുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ദൂർത്തുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ, ഇതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. നിങ്ങൾ എന്താണോ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത്, ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് ഒഴിവാക്കണമെങ്കിൽ അങ്ങനെ, നിങ്ങൾ എന്താണോ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത് അത് എഴുതണം. എന്തുകൊണ്ടാണ് പറയണമെന്ന് പറഞ്ഞുതരാം. നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു അടുക്കി പെറുക്കി വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ മെസ്സിയായിട്ട് ഇങ്ങനെ അടുക്കി ഒരു പൊട്ട് പോലും ഗ്യാപ്പില്ലാത്ത ഒരു അലമാര, ഒരു തുണി അലമാര വിചാരിച്ചോ. പഴയ തുണികൾ നമ്മളിങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്, അതിനകത്തേക്ക് ഇനി ഒരു തുണി പോലും കയറില്ല. അങ്ങനത്തെ ഒരു ഗ്യാപ്പില്ലാത്തൊരു അലമാര എന്ന് വിചാരിച്ചോ. ആ അലമാരക്കകത്തോട്ട് നമ്മൾ പുതിയതായിട്ടൊരു 10-15 തുണി മേടിച്ചു, അത് അതിനകത്ത് കയറ്റാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് ആ തുണി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമില്ലാത്ത പഴയ കുറച്ച് തുണികൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് അവിടെ ഫ്രീ സ്പേസ് ഉണ്ടാക്കണം. അതേപോലെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ മൈൻഡിൽ കുറേ കെട്ടിക്കിടക്കുന്ന എമോഷൻസ് ഉണ്ട്, നമുക്ക് വേണ്ട അതൊന്നും. ഈ ആളുകളോടുള്ള കുനിറ്റ്, കുശുമ്പ്, കുന്നായ്മ, അതൊന്നും നമുക്ക് ഒരു ആവശ്യമില്ല. നമുക്ക് വേണ്ടത് എല്ലാവരും നന്നായിട്ട് ജീവിക്കണം, എല്ലാവർക്കും നമ്മളെ കൊണ്ട് ഗുണം ഉണ്ടാവണം. നമ്മൾ പറയുന്നത് നമ്മൾ സൂര്യൻ്റെ പോലെ ആയിരിക്കണം. എൻ്റയർ വേൾഡിന് നമ്മളുടെ അടുത്ത് പ്രകാശം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പം അതിന് ആ ഒരു സ്പേസ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ അലമാരയിൽ നിന്ന് പഴയ തുണി എടുത്ത്
എടുത്ത് കളയണ പോലെ നമ്മുടെ നെഗറ്റീവ് എമോഷൻസിനെ നമ്മൾ കളയണം. അപ്പോൾ ഈ നെഗറ്റീവ് എമോഷൻസ് ഇപ്പോൾ ഒരാളുടെ അടുത്ത് നമുക്ക് ദേഷ്യം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ആർത്തി തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കുശുമ്പ് തോന്നുന്നുണ്ടെങ്കിൽ അതെടുത്ത് കളഞ്ഞിട്ട് ആ ഒരു ഫ്രീ സ്പേസിനെ നമ്മൾ ഫില്ല് ചെയ്യണം. എന്തുകൊണ്ട്? നല്ല തോട്ടുണ്ട്. അപ്പം നമ്മൾ പറയണേ എനിക്ക് അവളോട് ഭയങ്കര കുശുമ്പ് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ പറയുന്നതിൻ്റെ കൂടെ തന്നെ ആ ഒരു സാധനം നിങ്ങൾ പേപ്പറിൽ എഴുതി അത് കത്തിച്ച് കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾ പറയണം അവളുടെ ജീവിതത്തിൽ നല്ലത് മാത്രം വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾ എഴുതി വയ്ക്കണം. അതൊരു പോസിറ്റീവ് തോട്ടാണ്. അങ്ങനെ നിങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ജേർണലിങ്ങിൽ എഴുതാം, എൻ്റെ മനസ്സ് കൂടുതൽ തെളിച്ചമുള്ളതും പ്യുവറായിട്ടുള്ളതും അല്ലെങ്കിൽ വളരെ ജെൻറ്റിലായിട്ടുള്ളതും ആവുന്നുണ്ട്, അൽഹംദുലില്ലാ, അല്ലെങ്കിൽ താങ്ക് ഗോഡ്, അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ്, നിങ്ങൾ എന്ത് തേങ്ങ എഴുതുന്ന വെച്ചാൽ അത് എഴുതി വയ്ക്കുക. ആ ഒരു കാര്യം ഞാൻ എഴുതിയിട്ടുണ്ട് എന്നുള്ളൊരു സംതൃപ്തി ഉണ്ടാവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ജേർണലിങ് പേഴ്സൺ ടു പേഴ്സൺ എങ്ങനെ വർക്ക് ആവണം എന്നുള്ള കാര്യമാണ്. നിങ്ങളൊരു ടു ഡു ലിസ്റ്റ് എഴുതിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് വർക്ക് ആയിക്കൊള്ളുന്നില്ല, കാരണം കുറേ ആൾക്കാർക്കൊന്നും ടു ഡു ലിസ്റ്റ് വർക്ക് ആവില്ല. അതേപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയറി എഴുതി കഴിഞ്ഞാൽ അത് അവരുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നോളുന്നില്ല. പക്ഷെ നിങ്ങളുടെ ജേർണൽ നിങ്ങളുടെ ലൈഫിൽ ഗ്യാരൻറ്റീഡായിട്ട് എന്താ പറയുക മാറ്റം കൊണ്ടുവരും, ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരും. 2026 നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് എന്താണ് ഒരു അഡീഷണൽ തിങ് ആയിട്ട് ആഡ് ഓൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ പറയുന്ന ജേർണലിങ് നിങ്ങളൊന്ന് വെച്ച് നോക്കുക. നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആവും. ഇൻഷാ അല്ലാഹ് എന്തായാലും ട്രാൻസ്ഫോം ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ കുറേ ദിവസം കൂടിയിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ശരിക്കും എനിക്ക് വീഡിയോസ് അങ്ങനെ കയറി പോകില്ല, യൂട്യൂബ് റെക്കമെൻഡേഷൻ കൊടുക്കില്ല. കാരണം ഓൾറെഡി ചാനൽ ഇങ്ങനെ ചത്ത മട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ കമൻറ്റ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടൊക്കെയാണ് അത് റീച്ച് ആവുള്ളൂ. പക്ഷേ ഇത് ലൈക്കോ ഷെയറോ കമൻറ്റോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഗുണമുണ്ട് കേട്ടോ. ഈ ഒരു നോളജ് നിങ്ങൾ ത്രൂ മറ്റുള്ളവരിലോട്ട് എത്തുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റും കൂടെ, ഒരു ഗുണം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ബെനിഫിറ്റും കൂടെ നിങ്ങൾക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.